കഴിഞ്ഞ വീഡിയോയിലെ ഉത്സവ സദ്യക്കുള്ള പരിപ്പ് പുളിശ്ശേരി മീൻകറി ചീനിയിലാണ് ഞാൻ നിർത്തിയത്. ഇനി അങ്ങോട്ട് നമുക്ക് കറണ്ട് പോകുന്നതിന് മുന്നേ ഉള്ള പൊട്ടിത്തെറികൾ കാണാം. ആദ്യം തന്നെ ഉള്ളിയൊക്കെ നല്ലതുപോലെ എണ്ണയിലിട്ട് വഴറ്റി വിശാലമായിട്ടൊരു ചിക്കൻ കറി വെക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും സമയമില്ലാത്തതുകൊണ്ടും മെനക്കെടാൻ വയ്യാത്തതുകൊണ്ടും ഞാൻ കുക്കറിനകത്തിട്ട് 2 വിസിൽ കേൾപ്പിച്ച് ചിക്കൻ കറി അങ്ങ് സെറ്റാക്കി. എന്തായാലും ചിക്കൻ കറി ഒരു വഴിക്കായി. ഇനിയിപ്പോ അടുത്ത യുദ്ധം ചൂരയുമായിട്ടാകാന്ന് കരുതി. അപ്പോഴേ ഈ ചൂരയുടെ കോലം കണ്ട് ആരും എന്നെ പങ്ങിക്കിടാൻ വരണ്ട. 2 ദിവസമായിട്ട് ഇതെന്റെ വീട്ടിൽ മോർച്ചറിയിൽ എന്റെ ഫ്രിഡ്ജിനകത്തിരുന്നതാണ്. അതിന് മുന്നേ വേറെ ഏതെങ്കിലും മോർച്ചറിയിൽ ഇരുന്നേ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിനെ കറിവെച്ച് കഷ്ടപ്പെടുത്താതെ നല്ല മസാലയൊക്കെ തേച്ച് വറുത്തങ്ങടിച്ചു. അങ്ങനെ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി കയ്യിലോട്ട് എടുത്തതും കറണ്ട് അങ്ങ് പോയി. സംഭവം എന്താന്ന് വെച്ചാലേ നമ്മുടെ ഇവിടെ ഈ ഉത്സവത്തിന് വലിയ വലിയ ഫ്ലോട്ടും കാളയും കുതിരയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ പോസ്റ്റിലെ വയറിലൊക്കെ തട്ടിയിട്ട് വലിയ ആക്സിഡന്റ്സ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നേരത്തെ കറണ്ട് കട്ട് ചെയ്യുന്നത്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ വന്ന് കുളിച്ചൊരുങ്ങി ഞങ്ങൾ നേരെ ഫ്ലോട്ടിന്റെ കൂടെ നേരെ അങ്ങ് അമ്പലത്തിലോട്ട് പോയി. ഏകദേശം ഒരു 8-9 ഫ്ലോട്ട്, കാള, ആന, വണ്ടിക്കുതിര, എടുപ്പുകുതിര, രൂപങ്ങള്, കാവടി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. നല്ല കിടിലൻ ഉത്സവമായിരുന്നു. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഈ എടുപ്പുകുതിര ഫ്ലോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഞാൻ ആദ്യമായിട്ട് എടുപ്പുകുതിര കാണുന്നത് ഏട്ടന്റെ നാട്ടിൽ വന്നതിന് ശേഷമാണ്. എന്തായാലും ഉത്സവം ഞങ്ങൾ അടിച്ചു പൊളിച്ചു. അപ്പൊ ഓക്കെ, ബൈ.